നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ പറയാണ്. അപ്പൊ ഇന്നത്തെ എന്റെ റെസിപ്പി ലിവർ ഫ്രൈ ആണ്. അപ്പൊ എന്റെ കയ്യിൽ ഇരിക്കുന്നത് 1/2 കിലോ ലിവർ ആണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഫ്രൈ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാൻ അറിയാമെങ്കിലും ഞാൻ ചെയ്യുന്നത് വെറൈറ്റി രീതിയിലാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ റെസിപ്പി അറിയാൻ വേണ്ടി വീഡിയോയിലേക്ക് കടന്നാലോ. അതിനായി കടായി അടുപ്പയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കടായി ഒന്ന് ചൂടായി വന്നു. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 4 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു സവാള നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഇന്ന് വഴന്നു വന്നു. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതാണ്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 10-25 ചെറിയ ഉള്ളി നമ്മൾ ചതച്ചെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ ഒരു ടൈമിൽ നമ്മുടെ ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലായിരിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്, തേങ്ങ ചിരകിയതാണ്. അപ്പൊ നമ്മൾ ഒരു ബൗള് തേങ്ങ ചിരകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് മൊത്തത്തിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. തേങ്ങ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. അതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പൊ എല്ലാം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പൊടി ഐറ്റംസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പെരിഞ്ജീരകം, മഞ്ഞപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി. പൊടി ഐറ്റംസിന്റെ പച്ചമണം മാറിക്കിടുന്നത് നമുക്കൊന്ന് ഇളക്കി എടുക്കാം. പൊടി ഐറ്റംസിന്റെ പച്ചമണം മാറിക്കിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള ലിവർ ആണ്. 1/2 കിലോ ലിവർ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ലിവറും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൽ അരപ്പൊക്കെ പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പൊ ഈ ഒരു ടൈമിൽ നമ്മുടെ ഫ്ലെയിം എപ്പോഴും ലോയിൽ ആയിരിക്കണം. ഇനി നമുക്ക് ലിവർ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റ് ലിവർ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ പറ്റിച്ച് നമുക്ക് ഒരു ഫ്രൈഡ് രൂപത്തിലാക്കി എടുക്കാം. ഏകദേശം ഇതൊന്ന് പറ്റി റെഡിയായി ഫ്രൈഡ് രൂപത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താലോ. അതിനായിട്ട് ഒരു ഇരുമ്പേട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി വന്നു. നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പൊ നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം.
ലിവർ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ടോ. അടിപൊളി മണമാണ് കേട്ടോ. പക്ഷെ മണം മാത്രം പോരല്ലോ, നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. അപ്പൊ നമുക്ക് ഐഷുവിന്റെ അടുത്ത് പറയുന്നത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനുണ്ട്? ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ അടിപൊളിയായിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ലിവർ ഫ്രൈ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നിങ്ങൾ ലിവർ മേടിക്കുമ്പോ ഇങ്ങനെ ചെയ്യാൻ മറക്കില്ലല്ലോ. അപ്പൊ കൂട്ടുകാർക്ക് റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ അടുത്തേക്ക് ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പൊ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമന്റിലൂടെ അറിയിക്കാവുന്നതാണ്. ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തുന്നതാണ്. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.